ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. ഇന്ന് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ് നമ്മുടെ വാട്സപ്പ് പെട്ടെന്ന് ഫുൾ ആവുക എന്നുള്ളത്, വാട്സപ്പ് സ്റ്റോറേജ് ഫുൾ ആയി പോവുക എന്നുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സ് അയക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോകൾ, അതുപോലെ തന്നെ അവർ അയക്കുന്ന വോയിസുകൾ, അങ്ങനെ പല കാര്യങ്ങളെ കൊണ്ടും നമ്മുടെ വാട്സപ്പ് പെട്ടെന്ന് സ്റ്റോറേജ് ഫുൾ ആവും. പക്ഷെ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അതൊന്നും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും നമുക്ക് തോന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ ചെറിയൊരു ടെക്നിക്കാണ്, ഏത് സാധാരണക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, അത്രയും ഇന്റിമേറ്റ് ഉള്ള ഫ്രണ്ട്സുകൾ അയച്ചുതന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാട്സപ്പ് പെട്ടെന്ന് ഫുള്ളായി പോവുക, അല്ലെ? അതായത് നമ്മുടെ സ്റ്റോറേജ് ഉള്ള ഫോട്ടോസ്, കാര്യങ്ങൾ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വന്നിട്ട് വാട്സപ്പ് പെട്ടെന്ന് ഫുൾ ആവും. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾക്ക് ഇവിടെ തന്നെ നോക്കൂ, നിങ്ങൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രൊഫൈൽസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടംപോലെ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവും. അവർ ഓരോ ആളുകൾ അയക്കുന്ന രാവിലെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ, അതുപോലെ തന്നെ വീഡിയോസ്, ഓഡിയോസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അയക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്ക് സ്റ്റോറേജ് ലാഭം കിട്ടും. പക്ഷെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ തോന്നില്ല, കാരണം പിന്നീട് അത് ആവശ്യം വന്നാലോ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെറിയൊരു ടെക്നിക്ക് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക, സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാറ്റ, സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എത്രത്തോളം GB നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അധികം ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു മാർഗം, അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗം, നമുക്ക് ഡാറ്റ കൂടുതൽ സേവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ചാറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചാറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെയാണ് ചാറ്റ് ബാക്കപ്പ്. ഇവിടേക്കാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ കാര്യങ്ങളും സേവ് ആവുന്നത്. അപ്പൊ എവിടെയാണ് സേവ് ആവുന്നത്? ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ 15 GB ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 15 GB ആണ് നമുക്ക് ഗൂഗിൾ നമുക്ക് വാട്സപ്പിൽ സ്റ്റോറേജ് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് മുഴുവൻ ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ കണ്ടില്ല, അങ്ങനെ 15 GB ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അയക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊന്നും പിന്നെ സേവ് ആവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് റിക്കവർ ചെയ്തെടുക്കാനും നിങ്ങൾക്ക് പറ്റില്ല. എങ്ങനെയാണ് റിക്കവർ ചെയ്യാന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചാറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴെ, നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ചാറ്റ് ബാക്കപ്പ് ഉണ്ടല്ലോ, ആ ചാറ്റ് ബാക്കപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അനുവദിച്ചിരിക്കുന്ന ഒരു ജിമെയിലിന് ഗൂഗിൾ അനുവദിച്ചിരിക്കുന്ന 15 GB ആണ്, അതാണ് ഫുൾ ആയത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ താഴെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ലേ, അവിടെ നമ്മൾ ഒരു ജിമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 ജിമെയിൽ IDകൾ നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഇവിടെ ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ജിമെയിൽ IDയിലേക്കാണ്. ഇപ്പൊ ഈ 15 GB ഫുൾ ആയത്. ഓക്കെ, ഇനി നമുക്ക് ആ GB വേണ്ട, ആ ജിമെയിൽ ID വേണ്ട, അത് അവിടെ നിന്നോട്ടെ. അപ്പൊ നമ്മൾ ഇത്രയും കാലം സേവ് ചെയ്ത് വെച്ചൊക്കെ ആ ജിമെയിൽ ID ഉണ്ടാവും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പുതിയൊരു ജിമെയിൽ ID ഉണ്ടാക്കുക. ഞാനിവിടെ എന്താ ചെയ്തിട്ടുണ്ട്, 4-5 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് അടുത്ത ജിമെയിൽ IDയിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ഈ ജിമെയിൽ ID ഒക്കെ വന്ന് നിൽക്കുന്ന കണ്ടില്ല, അടുത്ത ജിമെയിൽ IDയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു, കണ്ടില്ലേ? അപ്പൊ നമുക്ക് കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, പിന്നെയും നമുക്കൊരു 15 GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വാട്സപ്പ് ുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാതെ തന്നെ ഒരു 3-4 ഇമെയിൽ IDകൾ ഇപ്പൊ അടുത്ത ഇമെയിൽ IDയിലേക്ക് മാറ്റി ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം.